നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. എങ്ങോട്ടാണ് കൂടുതലെ പോകുന്നത് നമ്മള്? യെസ് ഗൈസ്, നമ്മൾ ഇന്നേ വരെ വയനാട് പോയിട്ടില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് വയനാട് പോകണം, മൃദുലയും. അപ്പൊ നമ്മളിത് രാവിലെ അല്ല ഉച്ചയായി സുഹൃത്തുക്കളെ. നമ്മൾ നേരെ ഇന്ന് വയനാട് പോവാണ്. നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ താമസിക്കുന്ന റിസോർട്ടിലോട്ട് അല്ലെങ്കിൽ വയനാട്ടിലോട്ട് ഏതാണ്ട് 549 കിലോമീറ്റർ ഉണ്ട്. 12 മണിക്കൂർ യാത്രയുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ അമ്പൂട്ടനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്ര ഒരു ലോങ് യാത്ര നടത്താൻ വേണ്ടി പോകുന്നത്. ചന്തി ഇന്ന് 2 ആവും. ചന്തി അല്ലെങ്കിൽ 2 ആയി. അതങ്ങനെ അതങ്ങനെ ആവുന്നങ്ങനെ പറഞ്ഞിട്ട് അത്രയും കിലോമീറ്റർ പോയി കഴിഞ്ഞ് പറയണേ. അപ്പൊ എന്തേ അമ്പൂട്ട് രാവിലെ തന്നെ നല്ല ഉറക്കമാണ്. ചിരിക്കുന്നേ, യാത്ര ഉപാധി സെറ്റാണോ അമ്പൂട്ടോ? ചിരി 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 ചിരി. നമ്മളത് ലഗേജ് ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ബാക്ക്. നമ്മള് അതെ, നമ്മൾ 2 പേരും മാത്രമല്ല സുഹൃത്തുക്കളെ പോകുന്നത്, വേറൊരു 2 പേരും കൂടി ഉണ്ട്. അത് ആരാണെന്ന് വഴിയെ നിങ്ങോട്ട് പോകുന്ന വഴിക്ക് അവർ കയറും. അപ്പൊ നമുക്ക് കാണാം അല്ലേ. വയനാട് എങ്ങനെയുണ്ട്? വയനാട് ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. അല്ലല്ല, ഹൈ റേഞ്ച് അല്ല, അവിടെ മരുഭൂമിയാ വയനാട്. പിന്നെ ഹൈ റേഞ്ച് അല്ലേ അവിടെ. അമ്പൂട്ടാ അവനറിയാം. അതെ, നമ്മുടെ ആദ്യത്തെ ലോങ് ഗ്രൂപ്പ് വിത്ത് അമ്പൂട്ടൻ ഗൈസ്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോവാം നേരെ വയനാട്ടിലോട്ട്. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളെ കൂടെ ആരാണ് മുതലേ ട്രിപ്പിന് വരുന്നത്? നമ്മുടെ കൂടെ നമ്മൾ വയനാട് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിഞ്ഞ പുതു ദമ്പതികളുണ്ട്. ഇറങ്ങി പോകാൻ അവിടെ പണ്ട് യാത്രക്ക് പണ്ട് ഒരു ട്രിപ്പിന് മുമ്പിൽ ഓറഞ്ച് നാരങ്ങയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഓറഞ്ചൊക്കെ വാങ്ങിച്ച് കെയറിംഗ് ആയിട്ടായി ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കും. പണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ ട്രിപ്പ് പോകണോ അല്ലെ, നമ്മള് പണ്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവം ഇന്നാണ്. അതൊരു ഇവര് 2 ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഇവര് ഒന്നിച്ചൊരു യാത്ര പോയിട്ടില്ല, വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പണ്ടേ പോയിട്ടുണ്ട്. നമ്മള് കോളേജ് സമയത്ത് ടൂർ പോയിട്ടുണ്ട്. നമ്മള് കോളേജിൽ കയറത്തില്ലല്ലോ, ടൂറാ പോയത്. ഞങ്ങളുടെ ടൂർ നിങ്ങളെ കാണാൻ ട്രിവാൻഡ്രം വരുന്നതായിരുന്നു ഞങ്ങളുടെ അഡ്മിഷനുകളിൽ ഞങ്ങൾ ഒരുപാട് ട്രിപ്പ്. അതുപോലെ നമ്മള് വയനാട് മുമ്പ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. മനോഹരമായ സ്ഥലം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇപ്പോഴാ ഓർമ്മ നിലനിൽക്കുന്നുണ്ടോ? അവർക്കും പറ്റും. വയനാട്ടിലുള്ള സ്ഥലം മൊത്തം ബില്ലിന് അപ്പൊ നമ്മുടെ ടൂർ ഗൈഡും കൂടി ആയിരിക്കും ബില്ലില്. അതിനുവേണ്ടി ഞാനും ബില്ല് മാറി ഇന്ന് വണ്ടി ഓടിച്ച് നമ്മളെ എത്തും. ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ട്. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. ഇനിയും 400 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാണ്ട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം ഏട്ടനാ ഓറഞ്ച് തിന്നാൻ. ഉപ്പിലിട്ട ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ്. ഇവിടെ പേരയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മൃദുല ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് മൃദുല അൻസി വണ്ടിക്കകത്തുണ്ട്. ഇവർക്ക് എന്താ വേണമെന്ന് ചോദിക്കും. മുളകുണ്ട്, കാന്താരി മുളക്. പേരക്ക എടുത്തോ, പേരക്ക ഉപ്പൊക്കെ പിടിച്ചാണോ? നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടേക്കണോ? കാന്താരി മുളകുണ്ട് കേട്ടോ. ഈ നെല്ലിക്ക എന്തോന്ന് പറയണ സാധനം? ഇത് മറ്റേ ഇതൊന്നും സായിപ്പ് നെല്ലിക്കല്ലേ കേട്ടോ, പഴങ്ങഞ്ഞിയെ കുടിക്കാൻ ലെവല് സാധനം. ഇത് വാഴപ്പിണ്ടിയാ. അച്ചാറിടുവോ? ഒരെണ്ണം അടുത്താണ് വാഴപ്പിണ്ടി. ഇല്ല, ഒരെണ്ണം ടേസ്റ്റ് നോക്കട്ടെ. വാഴപ്പിണ്ടി വാഴപ്പിണ്ടി നീ ടേസ്റ്റ് ചെയ്താൽ മതി. വാഴപ്പിണ്ടിയാന്ന് അറിയുന്നില്ല ഏട്ടാ. വാഴപ്പിണ്ടിക്ക് ഇത്ര ടേസ്റ്റാ. മറ്റേ കുക്കുംബർ പോലെ ഇരിക്കുന്നല്ലേ? കുക്കുംബർ പോലെ. അതൊരു 3 കേട്ടോ. വാഴപ്പിണ്ടിയൊക്കെ അച്ചാറിടുന്ന ഉപ്പിലിടുന്ന ആദ്യമായിട്ടോ കാണുന്നത്. ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ലേ? അടിപൊളിയല്ലേ? ടിഷ്യൂ വേണം, ടിഷ്യൂ. ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. പഴുത്ത കാന്താരി. ഇവർക്ക് നമ്മളോട് എന്തെങ്കിലും ഇവിടെ ഒരു എരി കഴിക്കുക ഇങ്ങനെ. എനിക്കാണെങ്കിൽ കഴിച്ചിട്ട് കണ്ണൊന്നും കാണാൻ വയ്യ. നിന്റെ ഗുണാക്കേവാ, നിനക്ക് എരിയൊന്നും ഇല്ലേ? എരിഞ്ഞവർക്ക് എരിഞ്ഞ് തൂർന്നവർക്ക് ഇതാണ് അവിടുന്ന് തേമുട്ടയും വാങ്ങിച്ചു കഴിക്കാം. പഴുത്ത കാന്താരി. അവിടെ കാന്താരി ഉപ്പിലിട്ടിട്ടുണ്ട്. അത് വാങ്ങിച്ചാലേ അത് എരിയണോ?
എണ്ണിയാ എണ്ണി. ഇത് കഴിച്ച് എരിയുമ്പം അവിടുത്തെ കരിമീൻ ജ്യൂസ്, നാരങ്ങ വെള്ളം, തേമുട്ടായി എല്ലാം കണ്ണിന്ന് പുക വരും. ഒന്നും അല്ല നാട്ടെ ഒരുത്തവിടെ വെളി ഒരുത്തത് തേമുട്ടായും കരിക്കും ഷേക്കൊക്കെ കുടിക്കുന്നത് എരി മാറാൻ വേണ്ടി ഒരു ഉപ്പിലിട്ടത് കഴിച്ചതാ. പമ്പിലൊക്കെ നിർത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി എല്ലാരും ഇറങ്ങി. തിന്നല്ലേ ഏട്ടാ അമ്മച്ച അടിയോട് നീ തിന്നു കഴിഞ്ഞാൽ അടിയുള്ളൂ. അമ്പുവേ പാട്ട് പാടും ലജ്ജാവതി എന്തിനാ വാരി പിടിച്ച് തിന്നത്? വണ്ടിക്കണ്ട ഇരട്ടിക്കുള്ളവർ ആരെങ്കിലും കമന്റ് ചെയ്യണേ. എനിക്ക് 12 കൂടുതലായിരിക്കും ഇത് മൈലേജ് കിട്ടുന്നതേ ഇല്ല ഗൈസ്. ഞാൻ പോണ്ടിച്ചേരി പോയിട്ട് ഇതിനകത്ത് നമ്മളെ മറ്റേ സാധനമൊക്കെ വെച്ചെങ്കിൽ പോലും എനിക്ക് മൈലേജ് അങ്ങോട്ട് ഇൻക്രീസ് ആവുന്നില്ല. 10,000 സർവീസ് കഴിഞ്ഞ്, പക്ഷെ എന്നാലും മൈലേജ് കിട്ടുന്നില്ല. ഇനി ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഇരട്ടിക്ക് ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൈലേജ് എത്ര കിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യാം. ഇനി വണ്ടിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് പറയാമല്ലോ മൈലേജ് കിട്ടുന്നതാണ്. 2 പേര് എരിഞ്ഞിട്ട് ബാത്റൂമിലൊക്കെ പോയി വന്ന് മുളവിലെ മുക്കി ഇവിടെ ഒരാൾ ചുമച്ച് കരയുന്നത്. അങ്കമാലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ റോഡിൽ കയറിയിരിക്കുന്നു. എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച, ഈ കടയില് 19 രൂപ തൊട്ട് 699 രൂപ വരെയുള്ള ഡ്രസ്സേ അവിടെ ഉള്ളു കേട്ടോ. ഇല്ല കണ്ടാ കുറച്ച് അത്രയ്ക്ക് വില കുറവ്. അവിടെ എഴുതി 70 രൂപ ടീഷർട്ട്. അവിടുത്തെ ക്വാളിറ്റി എന്താന്നുള്ള അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ഇപ്പൊ എന്തോന്ന് അറിയത്തില്ല. നല്ലോണം അവൻ പാല് കുടിക്കും. അവന്റെ കാര്യങ്ങൾ അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് പാല് കുടി കരഞ്ഞോണ്ടേ പാല് കുടിക്കും, അല്ലെങ്കിൽ പാല് കുടിക്കാൻ കരച്ചില്ല. സന്തോഷമായിട്ടിരിക്കും, പാല് കൊടുക്കുമ്പോ കരയും. എന്തോന്ന് അറിയാൻ പോയിട്ട് പിള്ളേർക്ക് ഇങ്ങനെ പാല് കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. എത്ര വിലയില്ല, പക്ഷെ പാവാട എനിക്ക് വേണം. വേണോ? പാവാടയൊക്കെ ഇടുവോ നീ? പാവാടയൊക്കെ ഇടിയാ പണ്ട് കണ്ടതാ. കണ്ട കാറി കിടന്ന് ഉറങ്ങാനായിട്ട് മഴയില്ല സാധനം വേണേ വാങ്ങാം. പെടലിയൊക്കെ വേണോ? അത് എത്ര രൂപ നോക്ക്? 199. നോട്ടെ. ആ കുഴപ്പമില്ല. തിരുവനന്തപുരം വരെ ഒന്ന് പോയിട്ട് വരാം. എന്നാ അതെടുത്തോ. നമ്മൾ ആൾറെഡി മിക്സി ഉള്ളതുകൊണ്ട് വേണ്ട. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുന്ന ഇത് ഉപയോഗമില്ലല്ലോ. 300 സവാള നമ്മ മറ്റേ കഴിഞ്ഞാ പോരെ. അതാണ് ഒരു സാധനം വീട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ കാണാൻ എല്ലാം വാങ്ങിച്ചൂട്ടും. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. ഷോപ്പിങ്ങിനല്ല വന്നത്, നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാനാണ് വന്നത്. നല്ല സ്റ്റൈലിഷ് ടോപ്സ്. ഏത് കളർ വേണം ഏട്ടാ? ഏട്ടാ എനിക്ക് കളർ സെലക്ട് ചെയ്യ്. ഇത് കൊള്ളാം. പൊളപ്പൻ പള്ളി കൊള്ളത്തില്ല പെണ്ണ കിടില സാധനം. നോക്ക് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട്? ഒന്ന് അവൻ ആക്കിയിട്ട് വാന്ന്. അവര് ഡ്രസ്സ് എടുത്തോണ്ട് വരാത്തോണ്ടാണ് അവര് ഡ്രസ്സ് എടുക്കാൻ കയറിയത്. നമുക്ക് ഇതേ 2 പെട്ടി ഡ്രസ്സായിരിക്കുന്നത്. അത് കൊള്ളാം. പക്ഷെ നിനക്ക് ചെറുതായിരിക്കത്തില്ലേ? അല്ല കറക്റ്റാ. കറക്റ്റാണ്. നമ്മളെ കഴിഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞു. അമ്മയെ വിളിച്ചോണ്ട് പോ. കരയുടെ 2 കരച്ചിൽ വരടാ. കഷ്ടമുണ്ടടാ. നീ ആവശ്യമില്ലാത്തപ്പോഴൊക്കെ കരയല്ല. നീ ആവശ്യമുള്ളപ്പോ ഒന്ന് കര. അമ്മ നോക്ക് അനങ്ങാതിരിക്കുന്ന അമ്മച്ചിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി നല്ല യഥത്തിൽ ഇരുന്ന് കൊടുക്കുന്നവൻ. നോക്ക് കര. ചിരിക്കണ കരണ അങ്ങോട്ട്. നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അവനെ സ്വന്തമായിട്ട് മോന്ന് കൊണ്ടുപോയി എന്റെ ചെള്ളക്കടിച്ച്. ഇല്ല കരയില്ല 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 നമ്മളെ കയ്യിൽ പോകുമ്പോ കരയിക്കത്തില്ല. എടാ എന്തുവാടാ ഞാൻ പുല്ല് വിലയാണല്ലോ നീ തരുന്നത്. എനിക്ക് നീ പുല്ല് വിലയാണല്ലോ തരുന്നത്. എന്റെ കയ്യിൽ നിന്നെ നിന്നെ കരഞ്ഞേ ചിരിക്കുന്ന ഇപ്പം. It's uncomfortable. That's why he cried a lot. You know that? നിനക്ക് ഇന്ന് ഡ്രസ് ഇല്ല. നീ അൺകംഫർട്ടബിൾ ഉണ്ടാക്കിയത്. സെക്യൂരിറ്റി ഏട്ട എടുക്കുമ്പോഴാവും കംഫർട്ട്. ലാഭം ഉണ്ട് ഏട്ടാ. 300 ഞാൻ വീട്ടിൽ ഇടുന്ന സാധനത്തിന് 300 രൂപ ഏട്ടാ. ലാഭം ഉണ്ടെന്ന് പറഞ്ഞ് 199 രൂപയുടെ 15 ഡ്രസ് എടുത്ത ആർക്കാ നഷ്ടം? നമ്മള് പാവപ്പെട്ട ഭർത്താക്കന്മാർക്ക് നഷ്ടം. 199 രൂപ ഡ്രസ് എന്നും പറഞ്ഞു എനിക്ക് ലാഭം. 10-15 എണ്ണം എടുക്കും. ഒരുപാട് സമയമുണ്ട് കേസ്. നമുക്ക് നാളെ 11 മണിക്കാണ് നമുക്ക് റിസോർട്ടിൽ ചെക്ക് ഇൻ. അപ്പം നമ്മളിന്ന് വെളുപ്പാങ്കാലത്ത് ആണോ ഏട്ടന്റെ വായിന്ന് സമയമുണ്ടെന്ന് വെച്ചാൽ സമയമുണ്ട്. വാ. അങ്ങനല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചാലും സമയമുണ്ട്. ഭയങ്കര ഹാപ്പി ആണല്ലോ. പാട്ട് പഠിത്തരട്ടെ.
രാക്കുയിൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങക്കിന്ന. എന്റെ കൊച്ചിനെ പാട്ട് പാടി കൊടുത്തേടാ. എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടോ. എന്റെ പാട്ട് പാടി ചില രാത്രി ഉറങ്ങത്തുള്ളൂ. ഗൈസ്, നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോഴത്തേക്കും അമ്പൂട്ടൻ കരഞ്ഞ്. അങ്ങനെ പിന്നെ മൃദുല നേരെ കാറിൽ വന്ന് പിന്നെ രണ്ടാമത് ഉറക്കി. മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഉഫ്, എന്തൊക്കെ പാടുകളാ. അയ്യോ, കണ്ണു തുറന്നു. ഇങ്ങ് തരാൻ അച്ഛൻ്റെ ഇല്ല, അമ്മ തരുമല്ലോ. അച്ഛന് വേണ്ടത് നീ കരയാതെ ഇരിക്കണമല്ലോ. ഒന്നേ വയലാർ എഴുതോ ഇതുപോലെ. അമ്മ തരും. ഈ മാമനേതാ? മാമൻ. ഓ, സ്പോയിൽഡ്. മാമനല്ലേ പിന്നെ പ്രായമുള്ള 19 വയസ്സുള്ള എന്റെ മാമൻ. നമുക്ക് അതിനൊക്കെ പാഴ്സൽ തന്നവര്. അയ്യോ, നമുക്കല്ല, പാട്ടിട്ട് ആളോടെ ഉണ്ടോ? ഇതെന്തൂടെ ഇത്? ആ, കമ്പനിക്ക് വേണമെങ്കിൽ കഴിക്കാം. നിന്നെ തൊടാൻ വരുന്നില്ല, എനിക്കറിയില്ലായിരിക്കും. വെച്ചോണ്ണ ആകട്ടെ. സൂപ്പർ ഐറ്റം. ആട്ടോ മോനെ, നമ്മളിപ്പോ തൃശ്ശൂർ എത്തി. തൃശ്ശൂർ. ഓ, എങ്ങനെയുണ്ട് യാത്ര? സൂപ്പറാണോ? അടിപൊളി. എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യത്തെ ലോങ് ജേണിയാ. ഈ അടുത്ത ട്രിപ്പിന് മൃദുലെ നമുക്ക് അവന് മറ്റേ ബക്കറ്റ് വാങ്ങണം. ബേബി സിറ്റർ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, പൊളി. ഇങ്ങോട്ട് നോക്കി പറ. ഞങ്ങള് പാതി നേരം കരയുന്നുണ്ട്. ഞങ്ങള് അറിയത്തില്ല. ഇനി ഇവിടെ കരഞ്ഞ. ഓ, പാട്ട് പാടിയത് മതി. പാടിക്കൊടുത്ത് അവൻ പാട്ട് പഠിച്ചിപ്പോ. കണ്ടാ, അതാണ് ഞാൻ പാടിക്കൊടുക്കണം. കണ്ട മൃദുലെ? പോകാതെ നമ്പൂട്ടോ. എന്തൊരു ഭാഷയാന്ന് പറയുന്നത്. എന്തു പറയുന്നേ? അല്ല, നിങ്ങൾ ആയി പറയാറായില്ലല്ലോ. അച്ഛനൊന്നും അടിയത്തില്ല. എന്തിനാണോ എന്തോ പറയുന്നത്. അപ്പൊ നമ്മളത് ഇവിടെ തൃശ്ശൂര് കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനിയും ഏതാണ്ട് 190 കിലോമീറ്റർ ഉണ്ട്. ഏത് സ്ഥലം എന്നറിയാൻ വയ്യ. ഇതേ സ്ഥലം ബ്രോ. സ്ഥലത്തിന് വരുന്നോ? തണിയാ? ഓ, അടിപൊളി. ഓ, ഇപ്പോഴാണ് ഇവിടുത്തെ ടാഗ് മനസ്സിലായത്. ഇപ്പം പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അടിപൊളി. തൃശ്ശൂർക്കാരുണ്ടോ സുഹൃത്തുക്കളെ? തൃശ്ശൂർക്കാർ കമന്റ് ബിലോ ഗൈസ്. വണ്ടിയൊക്കെ നമ്മുടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയി വന്നു. മൃദുല ഇവിടെ സെറ്റായി. ഇന്ന് ഉണ്ണിയപ്പം ഉണ്ട്. ഉണ്ണിയപ്പം ഉണ്ട്, എരിക്കപ്പളിൻ്റെ ഉണ്ട്. എന്ത് വേണം? എല്ലാം കഴിക്കാം. മൃദുല അവിടെ നിന്ന് മറ്റേ പെടലിയുടെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു വെക്കണം. അത് ഫ്രണ്ടിൽ വരണം മൃദുലെ. കംഫോർട്ടാണ്. നീ എന്താ ചെയ്യുന്നത് ഇവിടെ? ചൊരം വാഴക്കൊന്നുമില്ല. വണ്ടി ഇടുവാ പോവാ. നീ എന്ത് മേടിച്ചു തിന്നെ? ശരിക്കപ്പണ്ടി. എനിക്കിതൊരു മാറിയിട്ടില്ല. ഉണ്ണിയപ്പോണ്ട്. ഇവിടെ എല്ലാരും ഉറങ്ങി. നീ ഉറങ്ങിക്കോട്ടോ. വഴി സെറ്റ് ചെയ്ത ഒറ്റ വീഡിയോ എടുപ്പ് പറഞ്ഞ വഴി. അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു, നമ്മൾ ഇങ്ങോട്ട് വന്ന്. ഗൈസ്, ഇനി നമുക്കുള്ളത് എത്ര കിലോമീറ്ററാണ്? 134 കിലോമീറ്റർ ഗൈസ്. നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് എവിടെയൊക്കെയോ എത്തി ഗൈസ്. അയ്യോ, ചുരത്തിൽ താഴെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ചുരം കയറിയത്. അപ്പൊ ചുരത്തിൽ രാത്രി ഒരു പൂട്ടേ കാണത്തില്ല. എന്തായാലും ഇന്ന് കാറിൽ കിടന്ന് ഉറക്കം. കാറിൽ തന്നെയാണ് കിടന്ന് ഉറക്കം. വേറെ പരിപാടിയൊന്നുമില്ല. രണ്ടാമത്തെ ഘട്ടം ഗൈസ്, സെക്കൻഡ് ഘട്ടം. ഈ ഘട്ടം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലേ നമ്മൾ ഉറങ്ങാതെ എങ്ങനെ ഡ്രൈവ് ചെയ്ത് തന്നെ? ഇത് വലിയ ചോദ്യമാണ്. ഈ ഘട്ടം കണ്ടുപിടിച്ചാരല്ലേ?
വേറൊരു സാധനം ഉണ്ട്. സത്യമായി എത്ര കഷ്ടപ്പെട്ട ഈ മുട്ട ഒരു കോഴി ഇട്ടേല്. ഇന്ന് നമ്മൾ ഇടും, വൈകിട്ടോടെ നമ്മൾ ഇടും മുട്ട. ഇവിടെ എല്ലാ പലഹാരം ഉണ്ട്, പക്ഷെ രാത്രി ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഗൈസ്? ഇനി അയ്യോ 63 കിലോമീറ്റർ. നമ്മളൊന്ന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? നമ്മളൊന്ന് 500 തിരുവനന്തപുരത്ത് നിന്ന് നോക്കിയപ്പോൾ 500 നമ്മളിതിലെ 500 സംതിങ് ഉണ്ടായിരുന്നു. നമ്മളാ എന്തോരം ഓടി നോക്കുക ഗൈസ്, ഒറ്റ ഇരിപ്പിന്. ഉച്ചയ്ക്ക് വണ്ടി കയറിയതാണ്, ഒരു 12 മണിക്കങ്ങനെ ഞാനും മൃദുലെ വണ്ടി കയറിയതാണ്. ഇപ്പോൾ സമയം അയ്യോ നോക്ക് ഗൈസ്. ഓ അണ്ണൻ്റെ കടിയൊക്കെ തിന്നോണ്ട് വരുന്നതായി. ഓ ആ കെയറിങ് നോക്കൂ, ആ ലവ് നോക്കൂ. ജീരക മുട്ടായി കൊടുക്കുന്ന ഏത് സിനിമയിലായിരുന്നു? മറ്റേ ഇല്ല നാരങ്ങ മുട്ടായി കൊടുക്കുന്ന തെങ്കാശി പൊട്ടണത്തില്. നമ്മളെ വണ്ടി ലോങ് കൂടെ നൈസാട്ടോ ഇരട്ടിക്ക. എനിക്ക് തോന്നുന്നു നല്ല, നമുക്ക് 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിൽ നല്ല സാധനങ്ങളൊക്കെ വെച്ച് ഓടാനായിട്ട് പക്കയാണ്. ചുമ്മാ അല്ല ഇരട്ടിക്ക് ഒരുപാട് ഒരു ടാക്സി ഓടുന്നത്. ലോങ് ഓടാൻ എനിക്ക് ഇത്രയും നമ്മൾ ഓടിച്ചിട്ട് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. നൈസാണ് കേസ്. അവർക്ക് നല്ല സ്പേസ് ഉണ്ട്, ഡിക്കിക്ക് സ്പേസ് ഉണ്ട്. വണ്ടി ഇപ്പോൾ ഏതാണ്ട് 11,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഗുഡ് കാർ കേസ്. ഞാൻ എങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നില്ലേ? 5 മിനിറ്റിൽ നിന്നെ പമ്പിലാവും ചവിട്ടി വിളിക്കിറക്കും. നീ നമ്മളെ സവാരി റൂട്ടിലാവും. നമ്മള് പമ്പിൽ ഒതുക്കി. നമ്മളെവിടെ പമ്പിൽ ഒതുക്കിയിരിക്കുന്നത്? ഏത് പമ്പിലാ? എനിക്കറിയാത്ത സ്ഥലം. നമ്മൾ നാളെ രാവിലെ ചുരം, നിന്റെ ഭാഷ പറഞ്ഞ ചുരം കയറാൻ പോവാണ് രാവിലെ. ചുരം ഒറ്റ മൈൻഡാണ് ഇപ്പം കേറാം. ഒറ്റ മൈൻഡല്ല, ഒന്നും കാണത്തില്ല. എനിക്ക് ചുരം കാണണമെന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉറങ്ങിയ ആൾക്കാർ കിടന്ന് ഉറങ്ങടേ, വലിയ ഡയലോഗ് അടിക്കാതെ. എടാ ഇത് കണ്ടോടാ മൃദുലെ, ഇത് കണ്ടാ? ഇത് ചോരയല്ല, ഇത് കണ്ടോ? ലിഫ്റ്റിക്ക് അല്ലല്ല, മൃദുലയുടെ ലിഫ്റ്റിക്ക്. നീ എന്നെ ഉമ്മയ്ക്കാന്നപ്പോ മാറിപ്പോയി. അങ്ങനെ നീ ഒരു ബ്രേക്ക് കുടിച്ചത് അതിനകത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ് രാവിലെ എത്തിയിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോർണിംഗ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു 24 hours കാർ ചലഞ്ച്? ഇത് ചലഞ്ച് ആയിരുന്നു, ഞാൻ പറയാഞ്ഞാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം കയറി. എടാ നീ താമരശ്ശേരി ചുരം കണ്ടിട്ടുണ്ടോ? ഈ കർട്ടനൊക്കെ ഊരി കളയണം ഗൈസ്. ഒരുമാതിരി ലുക്കില്ലേ. നമ്മൾ മറ്റുള്ള സാധനം വെക്കണം എന്നേ ഞാൻ വിചാരിക്കണം. ഇപ്പൊ ടിന്റ് ഫുൾ അടിച്ച് പെറ്റി അടിക്കുള്ളതുകൊണ്ട് നമുക്ക് കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ട്രാഫിക് കൊണ്ടുതരും. അമ്പൂട്ടോ നമ്മൾ താമരശ്ശേരി ചുരത്തിലാ. എന്താ പറയണേ? കാണുന്നോ? ബ്യൂട്ടി ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. അവിടുന്ന് റോഡാണ് കണ്ട, അത് റോഡാണ് ഞാൻ തുടർന്ന് കണ്ട. അവിടെ റോഡാണ്. അടിപൊളി വ്യൂ കേട്ടാ. ദൈവമേ, എനിക്കിങ്ങനെ പൊക്കത്തിന്ന് നോക്കുമ്പോഴേ കാല് വരും. അത് എന്താണെന്തോ. എന്താ ഇതിന് ഫ്രീ സർവീസാ? ചേട്ടൻ കറക്കി എടുത്തോണ്ട് വരുന്നുണ്ടോ? യാ മോനെ. കഴിക്കണം കഴിച്ചു. നമ്മള് നല്ല ദോശ, നീലക്കുറിഞ്ഞി. പിന്നെ പക്ഷെ അത് വർഷത്തിലുണ്ടല്ലോ. അല്ലല്ല, പഠിക്കാൻ പോണം. അവിടെ നിനക്കറിയായിരുന്നാ? പിന്നെ നിനക്ക് മാങ്ങ അറിയായിരുന്നു. അവര് സൂളജി പഠിച്ചത്. അതുകൊണ്ട് ഈ സസ്യശാസ്ത്രങ്ങളൊക്കെ പറ്റിയ അറിവാണ്. നമ്മള് ഹിസ്റ്ററിയിലടാ. ഹിസ്റ്ററിയിൽ എന്തായാലും ഉണ്ടെങ്കിലും നല്ല നമ്മള് യുദ്ധങ്ങളാ കൂടുതൽ പഠിച്ചത്. പഴശ്ശിയുടെ മുറകൾ,
സാറേ സോറി നമ്മുടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു പെട്ടെന്ന് ഓർത്തില്ല. നമ്മള് യുദ്ധങ്ങളാണ് കൂടുതൽ. എനിക്ക് അതായിരുന്നു ക്രൈസ്, യുദ്ധങ്ങളെ പറ്റി. അശോക ചക്രവർത്തി ഒറ്റ ക്ലാസ്സിൽ കണ്ടിട്ടില്ല യുദ്ധം പഠിപ്പിച്ച ഒറ്റ ക്ലാസ്സിൽ. അല്ല നമ്മൾ അശോക ചക്രവർത്തി ഓർമ്മയില്ലേ? നോക്ക് ഗൈസ്, ലോട്ട് ഓഫ് പുക ഇൻ ദി സ്കൈ ആൻഡ് അറ്റ്മോസ്ഫിയർ. പറയടാ. ഇപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിനക്ക് വേണ്ടി നിന്റെ ചേട്ടൻ, സ്നേഹമുള്ള നിന്റെ ഏട്ടൻ കാപ്പിക്കുരു കട്ടും വീട്ടിൽ കൊണ്ടുപോയി. ഈ മൂവെടുത്ത മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ട് മൃദുലയുടെ ഫേവറേറ്റ് സ്നേക്ക് പ്ലാന്റ്. ഹോട്ടൽ അധികൃതർ ശ്രദ്ധിക്കാൻ വേണ്ടി ഇതൊക്കെ നോട്ടോട്ട് വെച്ചു, ഇല്ലെങ്കിൽ മൃദുല പുഴുതോണ്ട് പോകുന്നതാണ്. ഇവിടെ എന്തോ മുട്ട സ്നേക്ക് പ്ലാന്റാ, ഞാൻ കണ്ണു വെക്കും. നോക്ക് സൈസ്. അവര് പറഞ്ഞത് മണ്ണിനത്തെ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമ്മളൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. അപ്പം നമ്മുടെ ഈ ഒരു റോഡ് ട്രിപ്പ് വീഡിയോ ഇതാണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവൻ യാത്രയോട് ഇപ്പം നല്ല ഇതായിട്ടുണ്ട്, എന്ത് പറയാ, കോപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഗുഡ് ഡിസിഷൻ. നമുക്ക് ഇനി അടുത്തടുത്ത് വലിയ ട്രിപ്പ് പോവാനുള്ളത് അല്ലേ അമ്മൂട്ട? അമ്മൂട്ട അതെ, നമുക്ക് ഇന്നത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി തകർക്കണം. അപ്പൊ ഇവിടുത്തെ വയനാട്ടിലെ കുറെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. ഉറങ്ങുന്ന കണ്ടോ, ലൈവായിട്ട് കണ്ടോ, ഇങ്ങനെ ആട്ടി 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 നൈസായിട്ട് കണ്ണടങ്ങി. കണ്ണടഞ്ഞ് വരുന്നുണ്ട്. ഉറങ്ങി മിഷൻ സക്സസ്ഫുൾ.